ബിഗ് ബോസ് വീട്ടിൽ ഇപ്പോൾ ഏറ്റവും വെറുപ്പിച്ചുകൊണ്ടിരിക്കുന്ന മത്സരാർത്ഥി ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും ജാൻമണിയാണെന്ന്. ഈ ആഴ്ചയിലെ ക്യാപ്റ്റനാണ് ജാൻമണി. ക്യാപ്റ്റനായ ആ സമയം മുതൽ ബിഗ് ബോസ് വീടിനുള്ളിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത് ജാൻമണിയാണ്. ജിൻഡോ അല്ലറ ചില്ലറ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ ജിൻഡോ ഉണ്ടാക്കുന്നത് ഒന്നല്ലെങ്കിൽ ഒരു കണ്ടന്റിന് വേണ്ടി ക്രിയേറ്റ് ചെയ്യുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ മണ്ടത്തരങ്ങൾ കൊണ്ട് പറ്റുന്നതോ അല്ലെങ്കിൽ അതൊരു ഗെയിമായോ ഒക്കെ നമുക്ക് കാണാവുന്നതാണ്. ജിൻഡോ ആ ടോപ്പിക് അവിടെ നിന്ന് മാറ്റി നിർത്താം. ഞാനിപ്പോൾ ജാൻമണിയെ കുറിച്ച് സംസാരിക്കാം. ജാൻമണി എന്ന് പറയുന്ന വ്യക്തി അവിടെ ക്യാപ്റ്റൻ ആയതിനു ശേഷം ഫസ്റ്റ് അർജുനുമായിട്ട് വഴക്കുണ്ടാവുന്നത് ചായ ചോദിച്ചിട്ട് തന്നില്ല എന്നുള്ളൊരു കാര്യത്തിനാണ്. പിന്നെ കിച്ചൺ ടീമിലെ അപ്സരയെ കൊണ്ട് ചിക്കൻ കറി വെപ്പിച്ചു എന്നുള്ള കാര്യത്തിനും. ഈ രണ്ട് കാര്യം പറഞ്ഞിട്ട് ഇപ്പം 2 ദിവസമായി അവിടെ കാണിച്ചു കൂട്ടുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യങ്ങളാണ് ജാൻമണി അവിടെ കാണിച്ചു കൂട്ടുന്നത്. ഭയങ്കര വ്യക്തി വൈരാഗ്യം വെച്ച് അർജുൻ്റെ അടുത്ത് പെരുമാറുന്ന ആളെയാണ് നമുക്ക് അവിടെ ജാൻമണീനെ കാണാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം റസ്മിനെ കുറിച്ച് പറയുന്നുണ്ടായിരുന്നു. അവൾ എൻ്റെ തലയിൽ കയറിഞ്ഞ തലേന്ന് ഞാൻ കാല് വാരി നിലത്തിട്ടടിച്ച് എൻ്റെ കാൽ കീഴിലാക്കും, ചവിട്ടി അരയ്ക്കും എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു റസ്മിനെ കുറിച്ച്. ഒരു കോമണറായ എൻ്റെ ഒപ്പം നിൽക്കാൻ നോക്കുന്നു എന്നുള്ള രീതിയിൽ. ഇപ്പോൾ ഇന്നത്തെ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് നോറയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഒരു 3rd ക്ലാസ് ആണ് നോറ എന്നുള്ളത്. അതായത് അവരുടെ അടുത്ത് സ്നേഹത്തിൽ അവരുടെ അടിമയെ പോലെ നിന്നു കഴിഞ്ഞാൽ അവർക്കത് വലിയ കാര്യവും അവരെ എതിർത്ത് സംസാരിക്കുകയോ അവർക്കെതിരെ എന്തെങ്കിലും ചെയ്യുകയോ അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടാത്തത് എന്തെങ്കിലും ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ അവരെ വളരെ മോശമായി ചിത്രീകരിക്കുക. എന്നിട്ട് ഈ അർജുൻ്റെ അടുത്തൊക്കെ പറയുന്നുണ്ടായിരുന്നു, ഇവിടെ വെച്ച് എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ പുറത്തേക്ക് വാ, നീ പുറത്ത് വന്നു കഴിഞ്ഞാൽ നിനക്ക് ഞാൻ കാണിച്ചു തരാം, നിൻ്റെ ഫാമിലിയിൽ നിന്ന് തന്നെ ഞാൻ കാണിച്ചു തരാം, ഫാമിലിയിൽ നിന്ന് തന്നെ നിന്നെ ഇറക്കി വിടും. ഈ ജാൻമണി പറയുന്നത് മനസ്സിലാക്കാൻ നമുക്ക് തന്നെ കുറച്ച് പാടാണല്ലോ, അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ട്. അവിടെ പിന്നീട് ഇതിനെക്കുറിച്ച് സംസാരം നടക്കുന്നുണ്ടായിരുന്നു. ഫാമിലീനെ വലിച്ചിഴക്കുകയും പുറത്തിറങ്ങി കഴിഞ്ഞാൽ നിനക്ക് ഞാൻ തരുന്നുണ്ട്, ഞാൻ ആരാന്നറിയില്ല എന്നുള്ള രീതിയിലൊക്കെ ജാൻമണി അവിടെ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഭയങ്കര അഹങ്കാരവും ഹുങ്കും, ഞാൻ എന്തോ ആണ് എന്നുള്ളൊരു അഹങ്കാരം. എനിക്ക് കുറേ സെലിബ്രിറ്റീസ് ഉണ്ട്, എനിക്ക് കുറേ സ്വത്തുണ്ടെന്നോ അല്ലെങ്കിൽ കാശുണ്ടെന്നോ അല്ലെങ്കിൽ എനിക്ക് കുറേ ഇതിന് പറ്റിയ ആൾക്കാരുണ്ട് കൂടെയെന്നോ അങ്ങനെ എന്തൊക്കെയോ ചിന്തകൾ. ഞാൻ വലിയ സംഭവമാണ്, എനിക്ക് താഴെയാണ് ഇവിടെ എല്ലാവരും എന്നുള്ളൊരു ചിന്തയും. ഇവിടെ ബിഗ് ബോസ് വീടിനുള്ളിൽ വന്നു കഴിഞ്ഞാൽ കാശുകാരിയെന്നോ പണക്കാരിയെന്നോ അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ സെലിബ്രിറ്റി ആണെന്നോ അല്ലെങ്കിൽ ഞാൻ കോർണറാണെന്നോ എന്നുള്ളൊരു യാതൊരു വ്യത്യാസവും ഈ വീടിനുള്ളിൽ വന്നു കഴിഞ്ഞില്ല. എല്ലാവരും ഈക്വലായിട്ട് ആ വീട്ടിലുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യണം. ജോലിയാണെന്നുണ്ടെങ്കിലും ബാത്റൂം കഴുകുന്നതാണെങ്കിലും എല്ലാ കാര്യങ്ങളും ചെയ്യണം. അവിടെ യാതൊരുവിധ ഇതും കൺസിഡറേഷനും കൊടുക്കുന്നില്ല. ആ സമയത്താണ് ജാൻമണി ഈ വക കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അവിടെ മത്സരാർത്ഥികളുടെ അടുത്ത് വളരെ പുച്ഛഭാവത്തിൽ അല്ലെങ്കിൽ വളരെയധികം ചവിട്ടി അരയ്ക്കുന്ന രീതിയിലുള്ള സംസാരങ്ങൾ അവിടെ സംസാരിക്കുന്നത്. ഇപ്പോഴത് നോറയെക്കുറിച്ച് സംസാരിച്ചു, അർജുനെ കുറിച്ച് സംസാരിച്ചു, അതുപോലെ തന്നെ റസ്മിനെ കുറിച്ച് സംസാരിച്ചു. അത്രയും മോശമായ രീതിയിൽ ഇത് ലാലേട്ടൻ വീക്കെൻഡ് എപ്പിസോഡിൽ ജാൻമണിയെ ചോദ്യം ചെയ്യേണ്ട കാര്യം തന്നെയാണ്.